ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായ ചിക്കൻ മോമോസ് ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദപ്പൊടിയും 200 ഗ്രാം ചിക്കൻ, കുരുമുളക് പൊടി, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, ഓയില്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ആദ്യം മാവ് റെഡിയാക്കാം. മൈദപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാം. നമ്മളെ മാവ് റെഡിയാക്കി എടുക്കാം. നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ നല്ലപോലെ കുഴക്കണം. എന്ന് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ കയ്യിൽ തടവി കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഓവർ സ്മൂത്താവും ചെയ്യരുത്. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സവാള, ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. നന്നായി വഴവാവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ നന്നായി വെന്ത് കിട്ടണം. പിന്നെ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് ചിക്കനിൽ ഉപ്പ് നമ്മൾ വേണം നോക്കിയിട്ട് ചിക്കനിക്ക് കുറച്ചും കൂടെ ഉപ്പ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സോയാ സോസ്, ഇതിനകത്ത് നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സോയാ സോസ് വേണം. സോയാ സോസും കൂടെ ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവിക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നന്നായി ചിക്കൻ വെന്തുകണോ നോക്കാം. എന്നിട്ട് നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കുരുമുളക് കതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്നും കൂടെ അടച്ചു വെക്കാം. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിങ്ങനെ വെള്ളം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുക്കുക. നമ്മളെ മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിനെ ഓരോന്നും ഓരോരോ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് നന്നായി പരത്തുക. നേരിയ കട്ടി പറ്റ തിന്നാക്കിയിട്ട് പരത്തരുത്, കുറച്ചൊരു കട്ടിയിൽ എന്ത് ചെയ്യുക, പരത്തിയെടുക്കുക.
എന്നിട്ട് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുക. 2 സ്പൂണ് ഫില്ലിങ് നമ്മൾ നിറച്ച് കൊടുക്കുക. ഓവറായിട്ട് കുത്തി നിറയ്ക്കരുത്. 2 സ്പൂണ് നിറച്ചിട്ട് നമ്മളിത് മടക്കിയെടുക്കണം. ഇത് മടക്കുന്നതിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ സാരിയുടെയൊക്കെ ഫ്ലീറ്റ് അതായത് ഞൊറിഞ്ഞെടുക്കണ പോലെ നന്നായി ഞൊറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, മടക്കിയെടുക്കണം. അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവി ഇഡ്ഡലിച്ചെമ്പ് അടുപ്പിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എണ്ണ തൂവി കൊടുക്കുക, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ മോമോസ് ഓരോന്നും അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ആവി കയറ്റി അതിന് ഒരു 10 മിനിറ്റ് ഇത് ആവി കയറി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഷെസ്വാൻ സോസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊരടുത്തൊരു ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ സോസ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളതാണ് ഈ ഷെസ്വാൻ സോസ്. ഇത് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എണ്ണയൊന്നുമില്ലാണ്ട് ആവി തന്നെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.